എല്ലാ വർഷവും മെയ് 31-ാം തീയതിയാണ് വേൾഡ് നോ ടൊബാക്കോ ഡേ ആചരിച്ചു പോരുന്നത്. ഈ പ്രാവശ്യത്തെ വേൾഡ് നോ ടൊബാക്കോ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ യുവാക്കളെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ടൊബാക്കോ ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നിന്ന് യുവാക്കളെ ബോധവൽക്കരിക്കുകയും അവരതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് നോ ടൊബാക്കോ ഡേ തീം. നമുക്കറിയാം, പുകവലി കൂടുതലായിട്ട് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എല്ലാ വർഷവും ഏകദേശം 70 ലക്ഷത്തോളം ആൾക്കാർ പുകവലി കാരണം മരണപ്പെടുന്നുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കാരണം പോലും ഏകദേശം 10 ലക്ഷം ആൾക്കാർ ഓരോ വർഷവും മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. ശ്വാസകോശത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന COPD, സ്ഥായിയായിട്ടുള്ള ശ്വാസനാളികൾക്ക് ചുരുക്കം വരുന്ന അസുഖമാണ് COPD. ഈ അസുഖത്തിൻ്റെ 80% കാരണവും പുകവലിയാണ്. അപ്പോൾ പുകവലി പലപ്പോഴും നമ്മൾ അവഗണിച്ചു പോരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നമ്മൾ മറ്റ് മയക്കുമരുന്നുകളും എതിരെയൊക്കെ ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുകവലിയെ നമ്മളത്ര കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിലേക്കൊക്കെയുള്ള ഒരു ചവിട്ടുപടിയാണ് പുകവലി. അപ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് പുകവലിക്കുന്ന വീട്ടിലായിരിക്കും പലപ്പോഴും കുട്ടികളൊക്കെ കൂടുതൽ മയക്കുമരുന്നിലേക്കൊക്കെ പോകാൻ സാധ്യത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾക്ക് മാതൃകയാവേണ്ട പിതാക്കൾ പുകവലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊക്കെ നമുക്ക് ഇത്തരം പ്രവണതകളിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയ ദുശ്ശീലം തന്നെ പറയാം പുകവലി. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന COPD അസുഖം പലപ്പോഴും നമുക്ക് ഓരോ ദിവസത്തെ നടക്കുമ്പോൾ കിതപ്പ്, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസതടസ്സം ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിലേ കണ്ടുപിടിക്കുകയും പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് പോലെ ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കുകയും പുകവലിയിൽ നിന്ന് മാറി നിൽക്കുകയും പുകവലി നിർത്താനുള്ള അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു ക്യാമ്പ് നടത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും മെയ് 31-ാം തീയതി വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കുമ്പോൾ, അതായത് സ്മോക്കിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സ്മോക്കിംഗ് നിർത്താനുള്ള അവസരമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അപ്പം അതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും സ്മോക്കിംഗ് തുടങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്മോക്കിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്കിംഗ് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ ഡോപ്പമിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയും അപ്പം നമുക്കൊരു പ്ലഷർ ഇഫക്റ്റ്, നമ്മുടെ ആങ്സൈറ്റി കുറഞ്ഞതുപോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഇനീഷ്യലി ഉണ്ടാവാം. അപ്പം ആ പ്ലഷർ ഇഫക്റ്റ് ഇനീഷ്യലി നമ്മൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ 1 കിട്ടാതെ 2 ആവുകയും 2 4 ആവുകയും 4 8 അങ്ങനെ കൂടിക്കൂടി വരും. പക്ഷേ കുറേ കാലം അത് വലിച്ച് കഴിയുമ്പോൾ പിന്നീട് ആ പ്ലഷർ ഇഫക്റ്റ് കിട്ടാതിരിക്കുകയും പിന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്മോക്കിംഗ് ഇൻ കേസ് കഷ്ടകാലത്ത് നമ്മൾ സ്മോക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിർത്തണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ള ഫീലിംഗ് ആ സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് വന്നാൽ മാത്രമേ നമുക്ക് സ്മോക്കിംഗ് സെസേഷനിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പം പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ പ്രഷർ കൊണ്ടോ ഒന്നും സ്മോക്കിംഗ് നിർത്തണം നിർബന്ധമില്ല. പക്ഷേങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ഒരാൾ സ്മോക്കിംഗ് നിർത്തണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ സിഗരറ്റ് എടുക്കുകയാണെങ്കിലും സിഗരറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാകും സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇറ്റ് ഇസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വലിക്കുന്നത്. അപ്പം ആ പ്ലഷർ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ വലിക്കുന്നത്. അപ്പം അത് നിർത്തണമെന്ന് ആഗ്രഹിച്ച് നിർത്താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എ ഡേറ്റ്. അതായത് ആദ്യം നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കാം. അതായത് നമ്മൾ എപ്പോഴും OP കാണും, അതായത് ഞാൻ പുകവലി നിർത്തിക്കോളാം, അങ്ങനെ റാൻഡംലി പറയാതെ ഒരു ഡേറ്റ്, പ്രത്യേകിച്ചൊരു ഡേറ്റ് കണക്കാക്കിയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഞാൻ നിർത്തും. എസ്പെഷ്യലി ഇപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ നല്ലത്, കാരണം ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുകയും ടെൻഷനൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിലൊക്കെ നല്ലതാണത്. അപ്പോൾ ഡേറ്റ് തീരുമാനിക്കുകയും പിന്നെ ടെൽ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇപ്പം നമ്മളുടെ കൂടെ വലിക്കുന്ന ആൾക്കാരുണ്ടാവും, പിയർ ഗ്രൂപ്പ് പെട്ട ആൾക്കാർ, അവരോട് പറയുക ഞാൻ പുകവലി നിർത്താൻ പോവുകയാണ്, എന്തായാലും നിർത്തും എന്നുള്ളത്, സീരിയസ് എടുത്ത തീരുമാനം എന്നൊക്കെ അവരെ ഇൻഫോം ചെയ്യുക. പിന്നെ ആൻറ്റിസിപ്പേറ്റ് പ്രോബ്ലംസ്, അതായത് സ്മോക്കിംഗ് നിർത്തുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചില വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ വന്നേക്കാം. അതായത് ദേഷ്യം വരിക, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ ഒക്കെ. അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് ഓട്ടോമാറ്റിക്കലി അത് മാറുകയും ചെയ്യും. മാറിയില്ലെങ്കിൽ അത് നമുക്ക് മെഡിസിൻസും കൊടുക്കാം. പക്ഷേ അങ്ങനത്തെ പ്രോബ്ലംസ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അത് പേടിക്കാതെ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക. പിന്നീട് ഉള്ളതാണ് അതായത് റിമൂവ് ഓൾ ദ സിഗരറ്റ് റിലേറ്റഡ് ഐറ്റംസ്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ആഷ്ട്രേ ഉണ്ടെങ്കിൽ, സിഗരറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല എങ്കിൽ ടോക്ക് ടു എ ഡോക്ടർ. അതായത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഗമ്മായിട്ടും പാച്ചായിട്ടും ഒക്കെ
അപ്പം നിക്കോട്ടിൻ്റെ ചെറിയ അളവ് ബോഡിയിലെത്തുന്ന രീതിയിൽ. അപ്പം ആ പ്ലഷർ എഫക്റ്റ് ചെറുതായിട്ട് ഉണ്ടാവുകയും എന്നാൽ സ്മോക്കിംഗ് നിർത്താൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇതിനൊക്കെ നമുക്ക് ആദ്യമേ വേണ്ടത് സ്മോക്കിംഗ് നിർത്തുക എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ്. അപ്പം ആ സ്മോക്കിംഗ് നിർത്താനുള്ള ദൃഢനിശ്ചയം എടുക്കാൻ ഈ വേൾഡ് നോ ടൊബാക്കോയുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.